96 കോള് വന്നിട്ടുണ്ടായിരുന്നു. എന്തോ വിളിച്ചപ്പോ എത്തിയില്ല എന്റെ അടുത്ത്. എത്തിയില്ല അല്ലെ? അവര് വിളിക്കാൻ ശ്രമിച്ചു, പക്ഷെ എന്റെ അടുത്ത് ആ അന്വേഷണം എത്തിയില്ല. അതിനു മുമ്പ് വേറെ വഴിക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി കാണുമല്ലേ? വിജയ് സേതു സാറ് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ അന്വേഷിച്ചിരുന്നു എന്നുള്ളത്. അപ്പോ ആ സമയത്ത് അവർക്ക് തന്നെ ഡേറ്റ് കൺഫ്യൂഷൻസ് ഒക്കെ ആയിട്ട് അവർക്ക് തന്നെ ഒരു പിടിയില്ല. പിന്നെ വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവര് പകുതി വഴിക്കാൻ ശ്രമം ഉപേക്ഷിച്ചിട്ട് പിന്നീട് തൃഷ ആണ് ചെയ്തത്. ഇപ്പോഴും നമുക്ക് ആലോചിക്കും, എനിക്ക് വിദ്യാമ്മയുടെ ഏറ്റവും ഓർക്കാൻ ഇഷ്ടമുള്ള മറ്റേ ഗോപികയും നിൻവിരൽ പാട്ടുണ്ടല്ലോ, ഇവിടെ അത് ഇപ്പോഴും എനിക്ക് എന്തൊക്കെയോ ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോഴും കാണുമ്പോഴും എവിടെയോ ഒരു വിങ്ങൽ ഉള്ളിൽ ഇങ്ങനെ വരും. എന്തുകൊണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തെങ്കിലും ഒരു നൊസ്റ്റാൾജിക് മെമ്മറി കുട്ടിക്കാലമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു എന്റെ അമ്മ പണ്ട് മുടി കെട്ടിയിരുന്നതും പൊട്ട് തൊട്ടിരുന്നതും ഒക്കെ പണ്ട് അങ്ങനെ ആയിരുന്നത് കൊണ്ട് എനിക്ക് എപ്പോഴും എന്തോ ഒരു കണക്ഷനോ വിങ്ങൽ വരും. എനിക്ക് ചേച്ചിയുടെ കണ്ണെഴുതി പൊട്ടും തൊട്ട് ഞാൻ അതിനെപ്പറ്റി പറയാൻ വരുമായിരുന്നു, പറഞ്ഞു. അതൊരു ഒന്നൊന്നര അമ്മ എന്റെ അമ്മ ഏറ്റവും അല്ലേ എന്റെ ഏറ്റവും കൂടുതൽ കാണാൻ വേണ്ടിയുള്ള സിനിമകളിൽ ഒന്നാണ് വണ്ടി ചേച്ചിയുടെ സിനിമ. നമ്മൾ ചെന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര രസമായിട്ടിരുന്ന സ്ഥലമൊക്കെ ഭയങ്കര അല്ലേ വരണ്ട് അങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ തലേ ദിവസമൊക്കെ പോയി കണ്ടുപിടിക്കേണ്ടി. സൈജു ചേട്ടൻ പെർഫെക്ഷന്റെ ആളാണ്. സൈജു ചേട്ടൻ അത്ര ഈസി ആയിട്ടൊന്നും ഓക്കെ പറയത്തില്ല. സൈജു പെർഫെക്ഷൻ കറക്റ്റ് ആയിട്ട് വേണം എല്ലാ ഷോട്ടിനും. അപ്പം സൈജു ചേട്ടൻ നമ്മൾ ആ സീൻ അത് സിംഗിൾ ഷോട്ടും കൂടെ ആണല്ലോ. നമ്മൾ തലകുത്തിയിരുന്ന് ഓരോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ലിറ്ററലി എല്ലാവരും ഇങ്ങനെ കഴിഞ്ഞോ കിട്ടി കാണണോ ആയിരിക്കും അല്ലേ, ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ക്ഷീണിച്ചിരിക്കുക. അപ്പൊ സൈജു ചേട്ടൻ ഓക്കെ പറയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പൊ അത് ഓക്കെ അല്ല, നമ്മൾ വീണ്ടും ചെയ്യണം. പക്ഷെ അത് തീർന്നിട്ട് അവസാന ഷോട്ട് ഓക്കെ എന്ന് പറഞ്ഞപ്പോ കിട്ടിയ നമ്മൾ മറ്റേ ലിറ്ററലി കിഡ്സിനെ പോലെ നമ്മൾ എല്ലാവരും തുള്ളിച്ചാടുമായിരുന്നു. സെലിബ്രേറ്റിംഗ് അകത്ത് നമ്മുടെ സെലിബ്രേഷൻ ഉണ്ടല്ലോ. ഞാൻ തോന്നുന്നില്ല എനിക്ക് വേറെ ഒരു സിനിമയിൽ ഞാൻ അത്രയും ഒരു എക്സ്പീരിയൻസ് ചെയ്തു. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് ഒരു ഫുട്ടേജിനെ പറ്റിയാണ്. എന്താണ് സംഭവം? യെസ്, August 2 തിയേറ്ററിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്ന മൂവിയാണ് ഫുട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ളൊരു മൂവി എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം. ആൻഡ് അതിൻ്റെ രീതികളും അല്ലെ അതിന് ബാക്കിൽ വർക്ക് ചെയ്ത ആൾക്കാരും ഒക്കെ ഡിഫറെന്റ് ആൾക്കാരാണ്. സോ ഐ എം വെൽക്കമിങ് ദ ഹോൾ ടീം. ഹലോ, എന്താണ് വാട്ട് ഇസ് ഇറ്റ് ഓൾ അബൌട്ട് ദ മാൻ ബിഹൈൻഡ് ദ മൂവി എന്ന് തീർച്ചയായിട്ടും സൈജു ബ്രോ പറയൂ. എന്താണ് വൺ ഓഫ് ദ അമേസിംഗ് എഡിറ്റർ ആൻഡ് പ്ലസ് ഡിറക്ഷൻ, പറയൂ. ഇത് മലയാളത്തില് അധികം വരാത്തൊരു ജോണറാണ് ഫൗണ്ട് ഫുട്ടേജ്. കുറച്ചൊരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള പുതിയൊരു സിനിമയാണ്, പുതിയ തരം സിനിമയാണ്. നമ്മൾ എല്ലാ രീതിയിലും ഇതൊരു അതിന്റെ സ്ക്രീൻ പ്ലേയും ഈവൻ അതിന്റെ ഫുൾ ട്രീറ്റ്മെന്റ്. നിങ്ങൾ ട്രailer ഉണ്ടല്ലോ, ഒരു പുതുമ എന്തായാലും തോന്നിയിട്ടുണ്ടാവില്ലേ? അതുപോലെ സിനിമയും അതൊരു പുതിയൊരു അനുഭവമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഫോണിൽ ഷൂട്ട് ചെയ്ത പോലെ വി ക്യാൻ വാച്ച് എന്നുള്ളൊരു അനുഭവം നമ്മൾ തരിക, കയ്യിൽ പിടിച്ച് ഷൂട്ട് ചെയ്ത പോലെ അങ്ങനെ വേണമെങ്കിൽ പറയാം. സോ ഇതിൽ വർക്ക് ചെയ്ത ഓരോ ആൾക്കാരും ഈവൻ ആർട്ടാണെങ്കിലും കളറിന്റെ ആണെങ്കിലും ഒക്കെ അത്രത്തോളം ഇമ്പോർട്ടൻറ്റ്. എല്ലാ മൂവിയിലും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഇതിൽ കുറച്ച് ഒരു പടിക്ക് മേളം വേണമെങ്കിൽ പറയാം അല്ലേ? തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ തന്നെ എല്ലാ പരിപാടികളും ആർട്ട് ഡയറക്ടർ ഫുൾ വരച്ചിട്ടും ഒക്കെ ആയിട്ട് ഫുൾ എല്ലാം നമ്മൾ എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്തിരുന്നത്. പുള്ളി അതെല്ലാം അതേപോലെ തന്നെ നമുക്ക് സെറ്റിൽ ചെയ്തു തരുകയും ചെയ്തു. യെസ്, മഞ്ജുജി വെൽക്കം. എന്തുണ്ട് വിശേഷം? ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് പറയുന്ന ഫുട്ടേജ് ആണ്. ഇപ്പൊ ഫുട്ടേജിൽ എന്താണ് നമ്മളിപ്പോ അതിന്റെ ട്രെയിലർ ആണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. സോ ഇതില് തംസ് അപ്പ്, യെസ് വിൽ ഡു ഇറ്റ് എന്ന് പറയാനുള്ള ഒരു സ്ട്രൈവ് വന്നു, ഒരു ഏർജ് വന്നു. എന്തായാലും ഇതിന്റെ ജോണർ തന്നെയാണ് ഇതിന്റെ ഫൗണ്ട് ഫുട്ടേജ്. സൈജു പറഞ്ഞതുപോലെ ഒരു സാധാരണ സിനിമയുടെ ഒരു പാറ്റേൺ അല്ലാതെ ഒരു കണ്ടെടുക്കപ്പെടുന്ന ക്യാമറകളിൽ നിന്ന് എന്തോ കാരണം കൊണ്ട് എവിടുന്നോ കണ്ടെടുത്ത ക്യാമറകളാണ്. അപ്പൊ അതിൽ കാണുന്ന ഫുട്ടേജാണ് പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു സിനിമയായിട്ട് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും ഈ സിനിമയ്ക്കുണ്ട്. ഒരു ത്രില്ലർ മിസ്റ്ററി. അതിൽ ശംഭു ശ്രദ്ധിച്ചു കാണും 18+ ആണ്. അപ്പൊ 18+ ഓഡിയൻസിനാണ് നമ്മളത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഈ ഒരു പുതിയ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാൻ എപ്പോഴൊക്കെയോ പരീക്ഷിക്കാൻ ആഗ്രഹിച്ചിരുന്ന കഥാപാത്രങ്ങളിൽ എവിടെയൊക്കെയോ ഒരു ഫ്ലേവേഴ്സ് ഒക്കെ എവിടെയുള്ള ഒരു ക്യാരക്ടറാണ് എന്നെ സംബന്ധിച്ച്. സോ അതിന്റെ എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്.
അതിന്റെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്തായാലും മൂവിയിൽ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഷുവർ ആയിട്ട്. തീർച്ചയായും. ഞാൻ വൈശാഖിന്റെ അടുത്ത് ചോദിക്കുമായിരുന്നു ഇതില് ഐ മീൻ വൈശാഖിനെ ഓരോ ടൈമിൽ കാണുമ്പോഴാണെങ്കിൽ യു ലുക്ക് ഡിഫറെന്റ് എന്ന് തീർച്ചയായിട്ടും പറയാം. ഇപ്പം ചിസിൽഡാക്കും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ചിലപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യും. സോ ഇതിൽ എന്താണ് പരിപാടി? ഇതില് ഗായത്രി ഞാനും രണ്ടുപേരും വ്ളോഗേഴ്സ് ആണ് ബേസിക്കലി. അതെ, അപ്പോൾ ഞങ്ങൾ പ്രൊഫഷണൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ലൈഫിലുള്ള എല്ലാം ഷൂട്ട് ചെയ്യും. ഒരു വളരെ റിലാക്സ്ഡ്, വളരെ ഹാപ്പി ഗോ ലക്കി ആയിട്ടുള്ള ഒരു മോഡേൺ കപ്പിൾ, കൊച്ചിയിൽ താമസിക്കുന്ന ഒരു മോഡേൺ കപ്പിൾ. അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന കുറച്ച് കൈവിട്ട് പോകുന്ന ഇൻസിഡൻസസ് ഉണ്ടാവുന്ന ഒരു കഥയാണ് ഫുട്ടേജ്. സോ അപ്പൊ ഞങ്ങൾക്ക് ഇറ്റ് വാസ് വെരി ചാലഞ്ചിങ് ബിക്കോസ് ഇതിൽ ഒരു ഫൗണ്ട് ഫുട്ടേജ് ജോണർ ആയതുകൊണ്ട് ഒട്ടും നാടകീയത പാടില്ല. ഭയങ്കര ഒരു ഓൾമോസ്റ്റ് ഡോക്യുമെന്ററി ഇഷ്. ഇപ്പോൾ ഒരു ഓഡിയൻസ് ഇവരുടെ ലൈഫിലോട്ട് പി എന്ന പോലെ തോന്നണം ഒരു ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവില്. അതുകൊണ്ട് ഞങ്ങൾക്കത് എത്ര ആസ് ഈസി ആസ് പോസിബിൾ ആയിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ കുറെ ആക്ഷൻ സീക്വൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ വി ഹാഡ് ടു റിഹേഴ്സ്. ഇപ്പൊ ഞങ്ങൾ 3 പേരും ആക്ടേഴ്സും ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് ഒരു മന്തോളം റിഹേഴ്സ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. വർക്ക്ഷോപ്പ് ഞങ്ങൾ സീൻസ് ചെയ്ത് നോക്കി. കാരണം ഒരു സീൻ പ്രോബ്ലി ഒരു 3-4 മിനിറ്റ് ഒരു സീൻ ആണെങ്കിൽ അത് ഒറ്റ ടേക്കിൽ ചെയ്യണം. ആക്ഷനും അതുപോലെ തന്നെയാണ്. അപ്പൊ അത്രയും പക്കയായിട്ടാണ് പിന്നെ ഷൂട്ടിനൊക്കെ പോയത്. അപ്പൊ ആ ഒരു ഹോൾ പ്രോസസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സെയിം, ഐ തിങ്ക് ഇറ്റ് വാസ് വെരി വെരി ഡിഫറെന്റ്. ഞാൻ ആദ്യം പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു എനിക്ക് മനസ്സിലാക്കാനും. അത് ചെയ്ത് നമ്മൾ റിഹേഴ്സൽ ചെയ്തെങ്കിൽ പോലും വളരെ ഷോർട്ട് പീരീഡ് ഓഫ് എന്താ പറയുക ഒരു സ്മോൾ സ്പേസിലാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ റിയാലിറ്റിയിൽ ആക്ച്വലി നമ്മൾ ഫോറസ്റ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. എല്ലാം മാറാണ് അവിടെ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കും. ലൈക്ക് ഫിസിക്കലി മെന്റലി ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അത് കേപ്പബിൾ ഞാൻ ഇടയ്ക്ക് ഫീൽ ചെയ്തു. ഞാൻ ഇതിനൊക്കെ കേപ്പബിൾ ആണ്, എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ലിറ്ററലി അത്രയ്ക്കും ഡിഫറെന്റ് ആയിരുന്നു എനിക്ക് എക്സ്പീരിയൻസ് വൈസ്. ബട്ട് ഐ തിങ്ക് ഐ വാസ് വെരി സേഫ് വിത്ത് എ ഗ്രേറ്റ് ടീം. സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ വിശാഖൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി വിശാഖിന് പറയും എന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വിശാഖും ഷെബു, നമ്മുടെ റൈറ്റർ ഷെബു ഒക്കെയാണ് ആ സമയത്ത് തന്നെ ലിറ്ററലി പുഷ് ചെയ്തത്. ലൈക്ക് നോ യു ക്യാൻ ഡു ഇറ്റ്, യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്ത് രണ്ടുപേരും കൂടി, എസ്പെഷ്യലി ഷെബു. അതെ അതെ അതെ, ഐ എം ഗ്ലാഡ്. ഇപ്പം ട്രെയിലർ ഇറങ്ങി ഇപ്പം ഞാൻ ഇങ്ങനെ അതിന്റെ ഷോർട്സ് ഒക്കെ ലൈക്ക് ഇതൊക്കെ ചെയ്തിരുന്നല്ലേ. ലൈക്ക് ഇറ്റ് വാസ് റിയലി ലൈക്ക് ഗോയിങ് ബാക്ക് ടു വാട്ട് ഹാപ്പൻ. ഇതൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഐ എം ഗ്ലാഡ്. എനിക്ക് ഇത്രയും എന്നെ സെലക്ട് ചെയ്തതിന് ഐ ഫീൽ ഐ എം ബ്ലെസ്ഡ്, ലൈക്ക് റിയലി റിയലി ബ്ലെസ്ഡ്. പിന്നെ ഓഗസ്റ്റ് 2 കാണാം. അതെ അതെ, പ്ലീസ്. ഏത് മൂവി ആണെങ്കിലും ഇപ്പൊ വരുന്ന ഏത് മൂവിയാണ്, ഇപ്പൊ അല്ല നേരത്തെ ആണെങ്കിലും, പക്ഷെ ഇപ്പോഴാണ് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇപ്പൊ ആർട്ടിന്റെ ഡിറക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനൊക്കെ ഇപ്പൊ കുറച്ചും കൂടി ആൾക്കാർക്ക് അറിയാൻ ഒരു ആഗ്രഹവും ഒക്കെ ഉണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ മൂവിയാണ് ആക്ച്വലി ഒരു ആർട്ട് ഡിറക്ഷൻ എന്ന് പറയുന്നത്. ആർട്ട് ഡയറക്ടർ എന്ന് മാത്രമല്ല അതിന് പറയേണ്ടത്, അതിന് ഇപ്പൊ ആക്ച്വലി അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ പലരും ആർട്ട് ഡയറക്ടർ എന്നാണ് ഇപ്പോഴും പറയുന്നത്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ഇമ്പോർട്ടന്റ്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ റപ്പുണ്ണി ബ്രോ എന്താണ് ഇതിൽ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു? തീർച്ചയായിട്ടും ഇപ്പൊ സൈദ് പറഞ്ഞ പോലെ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫുട്ടേജ് ആണ്. അപ്പൊ അതിന് ഇതില് സൈദ് പറഞ്ഞിട്ടുള്ള കുറെ റെഫറൻസുകളുണ്ട്. അതുപോലെ തന്നെ ലൊക്കേഷൻസ് അത് കണ്ടെത്താൻ തന്നെ ലേശം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പറഞ്ഞ ലൊക്കേഷനാണ് നമ്മൾ കണ്ടെത്തിയ ലൊക്കേഷൻ. വീഡിയോ എടുത്തിട്ട് ഞാൻ സൈദിനെ അയക്കും. അത് കാണാൻ വരുമ്പോൾ പക്ഷെ ഈ വീഡിയോ തമ്മിൽ ഭയങ്കര ഡിഫറൻറ്റ് ഉണ്ടാവും. ഒന്നുകിൽ കണ്ട ലൊക്കേഷൻ ഭയങ്കര പച്ചപ്പില്ലാത്ത സ്ഥലങ്ങളായിരിക്കും. നമ്മൾ പോയി കാണുമ്പോൾ അത് മൊത്തം പച്ചപ്പ്. അതെ അതെ. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ട ലൊക്കേഷനെല്ലാം ആ സമയത്ത് പിന്നെ തിരഞ്ഞെടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ മുന്നേ കണ്ടുവച്ചതല്ലാതെ ആ മാറിയിട്ടുണ്ട്. സ്പോട്ടിൽ സെലക്ട് ചെയ്ത ലൊക്കേഷൻസ് ഉണ്ടാവും പല സ്ഥലങ്ങളും. നമ്മൾ പിന്നെ നമ്മൾ ചെന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര രസമായിട്ടിരുന്ന സ്ഥലമൊക്കെ ഭയങ്കര അല്ലേ വരണ്ട് അങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ തലേ ദിവസമൊക്കെ പോയി കണ്ടുപിടിക്കേണ്ടി അങ്ങനെ കൊറേ സ്ഥലങ്ങള് കൊറേ കാടുകൾ കയറി ഇറങ്ങി ഇതിനു വേണ്ടി. പക്ഷെ എനിക്കൊന്നു ഇപ്പൊ ഈ മൂവിയിൽ ഫസ്റ്റ് തൊട്ട് നോക്കുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഞാൻ നേരത്തെ നമ്മുടെ ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ ഒരു ഡിഫറെന്റ് അല്ലെങ്കിൽ സംതിങ് നമ്മൾ പരീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പോസ്റ്റർ ആയിരുന്നു ഇതിൽ വന്നത്. അതിനെപ്പറ്റി എനിക്കൊന്ന് നേരത്തെ ഗായത്രിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊന്ന് മഞ്ജുയുടെ പടം ഓഫ്കോഴ്സ് ചിലരത് ഇത് മഞ്ജുജിയാണോ എന്നുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. കാരണം വി ഡോണ്ട് നോ, അതൊരു ക്ലൂ പോലും ഇല്ലാതാണല്ലോ നമ്മൾ പോസ്റ്റേഴ്സ് കൊടുക്കുമ്പോൾ. സോ അതിനെപ്പറ്റി എന്താണ് ആക്ച്വലി പറയുക മഞ്ജുജി? ഇല്ല, അത് വലിയൊരു ഡിസ്കഷൻ തുടങ്ങി വെച്ച ഒരു പോസ്റ്റർ തന്നെയായിരുന്നു അത് തീർച്ചയായിട്ടും സൈജുവിന് അത് ഇന്റൻഷനലി തന്നെയായിരുന്നു. സൈജു വാസ് വെരി ക്ലിയർ. ഞങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു. എൻ്റെ ഒരു സംശയമൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സൈജുവിന് വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്ററാണ് ആദ്യം പോകേണ്ടത്. അത് ഈ സിനിമയുടെ ഒരു
ഒരു ടോട്ടാലിറ്റിയും ഇതിന്റെ ഒരു സ്വഭാവത്തിനെയും പല രീതിയിലും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വളരെ എക്സാക്ട് അത് തന്നെയായിരുന്നു ഫസ്റ്റ് ലുക്ക് വേണ്ടിയിരുന്ന പോസ്റ്റർ. സോ അത് പക്ഷെ ആ ഡിസ്കഷൻ ഞങ്ങൾ പ്രതീക്ഷിച്ചതുമാണ്. അതിനെ ചൊല്ലി അങ്ങനെ ഒരു കോൺട്രവേഴ്സി എന്ന് പറയാവുന്ന വലിയൊരു കോൺട്രവേഴ്സി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പലതരം അഭിപ്രായങ്ങൾ ആ പോസ്റ്ററിനെ കുറിച്ച് വന്നിരുന്നു. അത് വി വർ പ്രിപ്പയർഡ് ഫോർ ഇറ്റ്, വി ഹാഡ് എക്സ്പെക്ടഡ് ഇറ്റ്, ബട്ട് ഇറ്റ് did the job for us. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വന്നു. അത് തന്നെയായിരുന്നു ഇന്റൻഷൻ. അത് ഏത് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും അങ്ങനെ ഒരു കൺഫ്യൂഷൻ എന്താണ് ഈ സിനിമ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ബട്ട് ആ സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് എന്തിനായിരുന്നു ആ പോസ്റ്റർ എന്നുള്ളത് മനസ്സിലാവും. ഫ്രം ദ സ്ക്രാച്ച് ആ ഒരു ഹുക്ക് എലമെന്റ് കൊണ്ടുവരുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് ഐഡിയ ആണെങ്കിൽ പറയല്ലേ. ഡയറക്ടേഴ്സ് ഐഡിയ. എനിക്ക് കേട്ടില്ല. ഓർത്തൊരു കാര്യമാണ്, എനിക്ക് തോന്നുന്നു സമരൻ പത്തിലെ ആ ഉപയോഗിച്ചിരുന്ന കോസ്റ്റ്യൂംസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഫേർണിച്ചർ ക്ലോത്ത് എന്തോ യൂസ് ചെയ്ത് അങ്ങനെ എന്തോ സംതിങ് യൂസ് ചെയ്തൊരു ക്ലോത്ത് ആയിരുന്നു അതിന്റെ കോസ്റ്റ്യൂംസ് കൂടുതലും. അപ്പൊ ആ സമയത്ത് അത് അറിയുമായിരുന്നു അല്ലെ അതിലെ കോസ്റ്റ്യൂം? ഇല്ല, ആ ഫ്രോക്ക് ഒക്കെ ആയിരിക്കും അല്ലേ? ആയിരിക്കും കേട്ടോ. SB സതീഷ് ആയിരുന്നു ഫേർണിച്ചർ ക്ലോത്ത് ആണോ എന്നുള്ളത് ഞാൻ ഇപ്പഴാ അറിയണേ. ആഹാ വിളി. സതീഷ് ചേട്ടൻ എനിക്ക് തോന്നുന്നത് സംരംഭത്തിലെ മാത്രമല്ല ദയ, അതേപോലെ ഗുരു തുടങ്ങിയ കോസ്റ്റ്യൂമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് സിനിമകൾ ചെയ്ത ആളാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ സെൻസ് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആരും അത് ഫർണിച്ചർ ക്ലോത്ത് ആയിരുന്നു എന്ന് ഇതുവരെ ഇപ്പോഴാണ് അറിയുന്നത് എന്നല്ലേ. ആൻഡ് ഈവൻ എനിക്ക് തോന്നുന്നു ഇപ്പം കോസ്റ്റ്യൂമിന്റെ കാര്യം മാത്രമല്ല, ഇപ്പം നമ്മൾ പോസ്റ്റുകളൊക്കെ നോക്കുമല്ലോ, അപ്പൊ ഈ ബർത്ത്ഡേസ് ഒക്കെ വരുന്ന ടൈമിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം പിഷാടി ആണെങ്കിലും അല്ലെങ്കിൽ ചാക്കോച്ചനൊക്കെ ആയിട്ടുള്ള ആ ടൈമിൽ ബർത്ത്ഡേ വിഷിന്റെ ടൈമിലൊക്കെയാണ് ഈ ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള കോമഡി സംഭവങ്ങളായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹൗ മച്ച് യു എൻജോയ് ഇട്ട് എന്നുള്ളൊരു കാര്യം ആ ഒരു ട്രാവൽ പരിപാടി. സോ ഇതുപോലെ കോമഡി ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ട്രാവലിംഗ് എക്സ്പീരിയൻസ് വാസ് ഇറ്റ് ആക്ച്വലി അടിപൊളി ഒരു ഇതാണ്. തീർച്ചയായിട്ടും അത് എങ്ങനെയോ ആ ഒരു ഗ്രൂപ്പ് അങ്ങനെ ഫോം ആയതാണ്. ട്രാവലിംഗ് ഇഷ്ടമുള്ള കുറച്ച് പേരുടെ, ചാക്കോച്ചനും ഫാമിലി ഉണ്ട്, പിഷാരടി ഉണ്ട്, ഞാനും എൻ്റെ ഒരു ടീമും ഉണ്ട്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിട്ടാണ്. അപ്പോൾ ഒന്നിച്ച് ഒരേ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു കംഫർട്ട് ബോണ്ട് പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. എന്തായാലും ഇതിന്റെ ഇപ്പം പ്രൊമോഷൻ സൈഡ് നോക്കുമ്പോൾ ഇങ്ങനൊരു മൂവി കൂടെ ആകുമ്പോൾ ഒരു യുണീക്ക് മൂവിയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും പ്രൊമോഷൻ ഓൾറെഡി മൈൻഡിൽ ഉണ്ടായിരുന്നു, ലൈക്ക് ഇങ്ങനെ ആയിരിക്കാം ഈ മൂവി പിച്ച് ഔട്ട് ചെയ്യേണ്ടത് അല്ലെ? അതും ഒരു വലിയ ഘടകം തന്നെയാണല്ലോ തീർച്ചയായിട്ടും. ഒരു നോർമൽ മൂവി ചിലപ്പോൾ പിച്ച് ഔട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കണം എന്നില്ല, ഇങ്ങനെ ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള മൂവി പിച്ച് ഔട്ട് ചെയ്യുമ്പോൾ അത് മൈൻഡിൽ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പ്രൊമോഷൻ മെറ്റീരിയൽസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ വരാനുണ്ട് ഇനി. ഓക്കെ, അതെല്ലാം ഈ ഒരു ഫുട്ടേജിന്റെ സ്വഭാവമുള്ള പോലത്തെ പ്രൊമോസ് ആണ്. ഈ ഫുട്ടേജ് എന്ന് പറയുമ്പോൾ അത് മറ്റേ ക്ലാരിറ്റി ഇല്ലാതെ അങ്ങനത്തെ ഫുട്ടേജ് അല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്റൻഷനലി അല്ലാതെ അറിയാതെ ക്യാമറയിൽ വന്ന് പെടുന്ന ദൃശ്യങ്ങളും അതിൽ പെടും. അല്ലാതെ നമ്മളിപ്പോ യൂഷ്വലി ഫൗണ്ട് ഫുട്ടേജ് കാറ്റഗറിയിൽ കണ്ടിരിക്കുന്നത് ഈ പാരനോർമൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ CCTVയിലെ ഫുട്ടേജ് പോലത്തെ ക്ലാരിറ്റി ഇല്ലാത്ത വിഷ്വലാണ് ഫൗണ്ട് ഫുട്ടേജ് എന്നുള്ള ഒരു ധാരണ പൊതുവേ ഉണ്ട്. എന്നാൽ ഈ സിനിമ അങ്ങനെയല്ല, അത് സിനിമാറ്റിക് ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ്. പക്ഷെ സാധാരണ ഒരു സിനിമയുടെ പാറ്റേണിലുള്ളത് പോലെ കട്ട് ഷോട്ടൊക്കെ ആയിട്ട് പ്രോപ്പറായിട്ട് സൂം ചെയ്യേണ്ട സ്ഥലത്ത് സൂം ചെയ്തും അല്ലാത്തപ്പോൾ വൈറ്റ് ഷോട്ട് വെച്ചും അങ്ങനെയുള്ളൊരു ഗ്രാമർ ഉണ്ടല്ലോ. അങ്ങനെ അല്ലാതെ ഇപ്പൊ ഇതിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ ഓരോ സീനും ഓരോ ഷോട്ടാണ്, സിംഗിൾ ഷോട്ടാണ് ഓരോ സീനും. അപ്പൊ അതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ക്യാമറയിൽ അറിയാതെ പെടുന്നതാണ്. ഇപ്പൊ ഒരു ക്യാമറ വെച്ച് ഇങ്ങോട്ട് തിരിച്ചാൽ അതിൽ ക്യാമറയിൽ പതിയുന്ന ഫുട്ടേജാണ് ഇതിലൊരു സീൻ. ഡെവലപ്പ് ചെയ്യുന്ന ചെയ്യാനും പറ്റത്തില്ല. ഇല്ല, നമ്മുടെ കയ്യിൽ ലോങ്സ്റ്റ് സീൻ എത്രയാ അറിയോ? ഡ്യൂറേഷൻ 7 മിനിറ്റ് ഉണ്ട്. സിംഗിൾ ഷോട്ടാ 7 minutes. ഓരോ സീനും every scene in the film is a single shot, including action. ആ 7 minutes കോംബോ ആരൊക്കെയായിരുന്നു? അതെന്താ വെച്ചാൽ അത് നമുക്കിപ്പോ ഒരു ആക്ഷൻ ഭയങ്കര പഞ്ച് തോന്നിപ്പിക്കാൻ ഒരു ക്ലോസും ഒരു വൈഡ് ഇട്ട് കട്ട് ചെയ്താൽ മതി. ശരി, നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. വെറുതെ സ്റ്റാറ്റിക്കലൊക്കെ കാണിക്കേണ്ടി വരും പലപ്പോഴും. ഗായത്രിക്ക് ആക്ച്വലി ഇതില് ഒരു ചാലഞ്ചിങ് എന്ന് പറയുന്നത് 7 minutes ഓക്കെ ഫൈൻ, അതല്ലാതെ ഈ ഒരു പെർട്ടിക്കുലർ മൂവിയിൽ ഒരു ചാലഞ്ച് ആക്ച്വലി എന്തായിരുന്നു? കാരണം ദിസ് ഇസ് അബ്സല്യൂട്ട്ലി ഡിഫറെന്റ് മൂവിയാണ്, യൂണീക് മൂവിയാണ്.
പ്ലസ് ഫ്രം ദ ഡേ ഓഫ് അതിന്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തൊട്ട് ഇപ്പൊ വരെ നമ്മൾ അങ്ങനെ തന്നെയാണ് ഇതിനെ ആ ഒരു ക്യൂരിയോസിറ്റിയോടെയാണ് കാണുന്നത്. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ ഒരു ചാലഞ്ച് എന്തായിരുന്നു? എനിക്ക് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഫ്രം ഡേ 1 നമ്മൾ ഷൂട്ട് തീരുന്ന അന്ന് വരെയും ഇറ്റ് വാസ് എ ചാലഞ്ച്. ബിക്കോസ് ഒരു രീതിയിലുള്ള എക്സ്പീരിയൻസ് ഞാൻ ഒന്നും കണ്ടിട്ട് പോലുമില്ല. ഒരു പാരനോർമൽ ആക്ടിവിറ്റി മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ള ഫൗണ്ട് ഫുട്ടേജ്. എനിക്ക് സ്ക്രിപ്റ്റ് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞാൻ ചോദിക്കുക എന്താണ് ഈ ഫൗണ്ട് ഫുട്ടേജ് ഞാൻ ചോദിക്കുന്നതന്നെ. സോ ദാറ്റ് ഇസ് വൈ സ്റ്റാർട്ടഡ് വാച്ചിങ് മൂവി. പക്ഷെ എക്സ്പീരിയൻസ് വേറെയാണല്ലോ. അപ്പം എനിക്ക് എല്ലാ സീനും ഒരു ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ട് ഫീൽ ചെയ്തു. ഇപ്പം നമ്മൾ തമ്മിലുള്ള കോമ്പിനേഷൻ ആണെങ്കിലും ചേച്ചിയുള്ള കോമ്പിനേഷൻ ആയിരുന്നെങ്കിലും ഞാൻ മാത്രമുള്ള സീൻസ് ആണെങ്കിൽ പോലും ഈവൻ ദാറ്റ് വാസ് ഡിഫിക്കൾട്ട്. ബിക്കോസ് എല്ലാം സിംഗിൾ ഷോട്ട് ആയതുകൊണ്ട് ഡയലോഗ്സ് ഒക്കെ നല്ല ലെങ്തി ഡയലോഗ്സും കാര്യങ്ങളൊക്കെ. അതെ, ഐ എം സോ താങ്ക്ഫുൾ ടു ദ ടീം. എന്നെ ഫസ്റ്റ് ഓഫ് ഓൾ സെലക്ട് ചെയ്ത് തന്നെ ഐ ഫീൽ സോ ബ്ലെസ്ഡ്. അതും മഞ്ജു ചേച്ചിയുടെ കൂടെ. ഞാൻ ചെറുപ്പം മഞ്ജു ചേച്ചി നോ ഐഡിയ. എന്റെ അമ്മ ക്രേസി ഫാനാണ്. ക്രേസി മഞ്ജു ചേച്ചി അമ്മ അവിടെ ഉണ്ട്. അതെ. അപ്പം അമ്മ ചെറുപ്പം തൊട്ട് ഞാൻ മൂവിയിൽ വന്ന സമയം തൊട്ടേ അതിന് മുന്നേ വരെ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള പേര് മഞ്ജു വാര്യർ. മഞ്ജു വാര്യരുടെ സിനിമ, മഞ്ജു വാര്യർ സിനിമ. നമ്മൾ അതെങ്ങനെ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനെ നോക്കിയപ്പോ ഒരു ഫോട്ടോ വരുമ്പോ തന്നെ വി ഫീൽ സോ ഹാപ്പി. അപ്പൊ ഒരു പ്രോജക്റ്റിൽ തന്നെ താഴെ നെയിം കാണുമ്പോ ഞാൻ നമ്മുടെ ഒരു സീനിന് മുന്നേ ഞാൻ ചേച്ചി ലിറ്ററലി വെന്റ് ആൻഡ് ടുക്ക് ബ്ലെസ്സിംഗ്. ഐ വാസ് ലൈക്ക് ചേച്ചി ദിസ് മൈ ഫസ്റ്റ് ടൈം ചേച്ചിയുടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. ഐ എം thrilled, I'm excited, I'm anxious, please give me a blessing. So she was such a support. ചേച്ചിയുടെ അത്ര ഡെഡിക്കേഷൻ ഓരോ ഷോട്ടൊക്കെ കഴിയുമ്പോ ഫൈറ്റ് മാസ്റ്റർ കാല് ഇവിടം വരെ പഠിപ്പിക്കും. ഞങ്ങള് കഷ്ടിച്ച് മറ്റേ കാലൊക്കെ എത്തുന്നു. മൂന്നാമത്തെ ദിവസം മഞ്ജു ചേച്ചിയുടെ കാല് മാത്രം അവിടെ. ഞാനും ഗായത്രി വീട്ടിൽ ഹോംവർക്ക് ചെയ്യണം. നമുക്ക് ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ബ്രേക്സ് ഒക്കെ എടുത്തിട്ട് വയ്യ കരിക്ക് വേണമെന്നൊക്കെ. ചേച്ചി ഈസ് നോട്ട് ടയർഡ്. ചേച്ചി അവിടെ നിന്ന് കിക്ക് ചെയ്യുന്നു, കാർട്ട് വീല് ചെയ്യാൻ ട്രൈ ചെയ്തു. She's constantly doing. She doesn't need a break. നമുക്കാണ് ഫുൾ ബ്രേക്സും തളർച്ചയും വയ്യ. So that was a big inspiration. അത് പറയുമ്പോൾ റിലേറ്റ് ചെയ്യാൻ എനിക്ക് പറഞ്ഞ കാരണം ഷീസ് ലൈക്ക് ഇപ്പൊ ലൈഫിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഷീസ് ഡൂയിങ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീസ് എ റൈഡർ ഗേൾ എന്ന് തീർച്ചയായിട്ടും പറയാം. ഒരു ബൈക്ക് ഗേൾ, ഒരു GS 1250 ഓണിങ് ഇറ്റ് ഗോയിങ്. ഐ മീൻ ഒരു അഡ്വഞ്ചർ ബൈക്ക് ആൻഡ് ഇറ്റ് ഇസ് വെരി ഹാർഡ് ടു മാനേജ് ആയിരിക്കാം. ബട്ട് സ്റ്റിൽ took the license, get the bike, go. It's like yeah, swag. And അത് കുറെ എൻജോയ് ചെയ്തിട്ടുണ്ടല്ലേ? എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ബൈക്ക് ഓടിക്കാൻ പഠിക്കണമെന്ന്. ഇങ്ങനെയൊക്കെ ഇപ്പൊ അടുത്ത് അങ്ങനെ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ലഡാക്കിൽ ഉണ്ടായതിനു ശേഷമാണ് എനിക്ക് അതിൽ കുറച്ചും കൂടി. ആ ലഡാക്കിൽ ഞാൻ റൈഡ് ചെയ്തില്ല, പില്ലിയനായിരുന്നു. എനിക്ക് ആ ആഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഫയർ എനിക്ക് ഉണ്ടായത് ആ റൈഡിങ് എക്സ്പീരിയൻസിന് ശേഷമായിരുന്നു. പിന്നീടാണ് ഞാൻ പ്രോപ്പറായിട്ട് ബേസിക് കോഴ്സ് ഒക്കെ എടുത്ത് പഠിച്ച് ലൈസൻസ് എടുത്തത്. ഇപ്പോഴും ഐ എം എ വെരി അമച്വർ റൈഡിംഗ് ഒക്കെയാണ്. അങ്ങനെ ഇതൊന്നും ആയിട്ടില്ല, എക്സ്പേർട്ട് ഒന്നും ആയിട്ടില്ല. സ്റ്റിൽ ലോങ് വേ ടു ഗോ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കാണാം. ഈവൻ എനിക്കൊന്ന് സൗബിന്റെ ഒക്കെ കൂടെ റൈഡ് ഒക്കെ പോകാറില്ല. ദാറ്റ് ഈസ് ആക്ച്വലി ഈവൻ നൈറ്റ് റൈഡ്സും കാര്യങ്ങളും ഒക്കെ അജിത് സാറിന്റെ കൂടെ അതും ഒരു ഇത്. ഇപ്പം ശാലിനി ചേച്ചിയൊക്കെ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല റാപ്പ് ഉണ്ടോ? ഇൻവൈറ്റ് ചെയ്യാറുണ്ടോ? കം ജോയിൻ. ഇടയ്ക്ക് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ട്, സാറിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. എല്ലാവരും ഫാമിലി ഒക്കെ ആയിട്ട് ഡിന്നറും അങ്ങനെയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിലിപ്പോൾ ലൊക്കേഷൻ്റെ കുറേ സജഷൻസ് ഉണ്ടാവുമല്ലോ, ഫസ്റ്റ് തന്നെ വരുമല്ലോ. അപ്പം അതിൽ ഏറ്റവുമായിട്ട് ഒരു ടഫസ്റ്റ് ലൈക്ക് അയ്യോ ഇത് കുറച്ച് ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടല്ലോ ഒരു മൂവിയിൽ. അപ്പോൾ ഇതിൽ പറയുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സീക്രറ്റ്സ് ഒന്നും റിവീൽ ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ അങ്ങനെ ലൊക്കേഷൻ കിട്ടിയൊരു കഥ പറയാനാണെങ്കിൽ അദ്ദേഹം ലൊക്കേഷൻ അത് എല്ലാ കാലം ഒരു ഫ്രെയിമാണ് ഒരു സീന്. അപ്പൊ അതിന് നല്ല ലൊക്കേഷൻ തന്നെ വേണം. ശരി. അപ്പൊ ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ്. ആ പ്രധാനപ്പെട്ട ലൊക്കേഷൻ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ പല സ്ഥലത്തും നമ്മൾ കണ്ട് ഓക്കെ പറഞ്ഞ് പിന്നെ പോയിട്ട് ഓക്കെ പറ്റാത്ത സ്ഥലങ്ങളുണ്ടല്ലോ. ആ സ്ഥലമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു ലൊക്കേഷൻ. അതാണ് കണ്ടുപിടിക്കാൻ. ഒരു സാധനം അവിടെ കൊണ്ടുപോയി അസംബിൾ ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. അത് ആ ലൊക്കേഷൻ ഈ ഷൂട്ട് തുടങ്ങിയതിന് ശേഷമാണ് നമുക്കത് കണ്ടെത്താൻ പറ്റിയത്. അല്ല, ലാസ്റ്റ് മൂമെന്റിൽ അങ്ങനെ സ്ഥലം കിട്ടിയാലും അപ്പുണ്ണേട്ടൻ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ പിന്നെ സമയം കിട്ടില്ല നമുക്ക്. കാരണം നമ്മൾ ലൊക്കേഷൻ പോയി തിരയുന്നത് ആ നിലയ്ക്കുള്ള സമയത്താണ്. അതിന്റെ ഇടയിൽ മൂപ്പര് അതിൽ കൂടെ ഒക്കെ മല കൂടെ ഒക്കെ നടന്ന് കാലൊക്കെ ഒളുങ്ങി ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ കാലൊക്കെ ഇങ്ങനെ വെച്ച് കിടക്കുന്നു. അമ്മേ നാളെ ഷൂട്ടുള്ള അങ്ങനത്തെ ലൊക്കേഷനാണ്. നമ്മൾ ഇറങ്ങി ചെല്ലാനും കയറി പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇതിലെ എനിക്ക് തോന്നുന്നു ഈവൻ കളറിങ് ഒരു മെയിൻ ഇമ്പോർട്ടന്റ് പരിപാടി ആയിരിക്കുമല്ലോ. കാരണം ഇങ്ങനെ ഒരു മൂവി വരുമ്പോൾ ദാറ്റ്സ് ഓൾസോ യുണീക്ക്.
ഇങ്ങനൊരു മൂവിയാണ് എല്ലാത്തിലും അതെ, പക്ഷെ ഇങ്ങനൊരു മൂവി. അപ്പം എനിക്കൊന്ന് കളറിങ് ചെയ്തത് രമേഷ് CP ആണ്. ആണ്. നമുക്ക് വേണമെന്ന് ഇൻവൈറ്റ് ചെയ്യാം. ലേറ്റ് ആയി എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരുന്നു. ഹലോ, ഹായ്. അപ്പൊ ഞങ്ങളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിലെ ഒരു കളറിങ്ങിന്റെ കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. ഈവൻ അത് എങ്ങനെയായിരുന്നു ഇതിലെ? ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയാം. രമേഷിനാണ് ഞാനിപ്പം കുറെ സിനിമകളിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ പോസ്റ്റിൽ കൂടുതൽ വർക്ക് ചെയ്യാറുണ്ട്. ചിലപ്പം കളറിങ്ങിന് ഇരിക്കാറുണ്ട്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള പല സിനിമകളിലും പുള്ളിയാണ് എന്നെ കളർ ചെയ്തിട്ടുള്ളത്. കുമ്പളങ്ങി നൈറ്റ്സ്, ജോജി, എന്താണ് എത്ര സിനിമകളല്ലേ, ഒരുപാട് സിനിമകള്. പുള്ളിനിപ്പം അത്രയും കാലത്തെ പരിചയമുണ്ട്. അപ്പൊ ഞാൻ ഈ സിനിമയിലെ സ്ക്രിപ്റ്റും ബാക്കി എല്ലാത്തിൻ്റെയും കാര്യം പറയുന്ന പോലെ തന്നെ ബേസിക്കലി കളറിങ്ങിനും എന്ത് ടോൺ വേണം എന്നുള്ള കാര്യത്തിൽ ഇപ്പം DOP ആണെങ്കിലും സൈജുനാണെങ്കിലും വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു. അത് വളരെയധികം എനിക്ക് സപ്പോർട്ടീവ് ആയിട്ടുണ്ട്. കാരണം അതിൻ്റെ അനുസരിച്ചുള്ള ആർട്ട് ഡയറക്ഷൻ, ആർട്ടിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് ആണെങ്കിലും അതനുസരിച്ച് എല്ലാം കറക്റ്റ് പ്ലേസ്മെന്റ് ആയിരുന്നു. എല്ലാം കറക്റ്റ് പ്ലേസ്മെന്റ്. അപ്പം നമുക്കാണെങ്കിലും കറക്റ്റ് ആ ഒരു പാലറ്റിൽ വരുന്ന സംഭവങ്ങളായിരുന്നു ആ ഫ്രെയിമിൽ മൊത്തം ഉണ്ടായിരുന്നത്. അതിന് മീൻസ് സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എല്ലാം നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വെല്ലുവിളി എന്ന് പറയുന്ന സാധനം ഈ പറഞ്ഞ പോലെ സിംഗിൾ ഷോട്ട്സ് ആണ്. ഈ സിംഗിൾ ഷോട്ട് ആകുമ്പോഴത്തേക്കും ഗ്രേഡ് ഡിഫറെന്റ് ആണ്. ഇവിടുത്തെ എക്സ്പോഷർ ആയിരിക്കുകയല്ല, കുറച്ച് റൺ ചെയ്ത് മുന്നോട്ട് പോകും. നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാം കട്ട് ചെയ്ത് ആനിമേറ്റ് ചെയ്തെല്ലാം ഇത് ചെയ്ത് വെക്കുന്നില്ല. അത് മാത്രമാണ് നമുക്ക് ഒരു ഇതിനായിരുന്നു. പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും നമുക്കധികം കൺഫ്യൂഷൻസ് ഇല്ല. എല്ലാത്തിലും സിനിമാറ്റോഗ്രഫർക്ക് ആണെങ്കിലും സൈജുവിനാണെങ്കിലും ഒരു കറക്റ്റ് ഇന്ന പാറ്റേൺ ആണ് ഇതിന് വേണ്ടത്, അങ്ങനെ ഒരു ധാരണയുണ്ട്. നമ്മൾ അതിലൂടെ അച്ചീവ് എടുക്കാൻ അധികം ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും ആ ഒരു പാറ്റേൺ ആണ് നമ്മുടെ മൂവിയും നമ്മൾ വന്നേക്കുന്നത്. ഇപ്പൊ ഒരു ഇങ്ങനെ പോകുന്ന ഷോട്ടില് ഞാൻ പറയുന്നത് ഇപ്പൊ രമേശിന്റെ നിലം പച്ചയാണ്, എനിക്ക് പുല്ലിന് അത്രയും കളർ വേണ്ട എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഭയങ്കര എളുപ്പത്തിൽ പിക്ക് ചെയ്ത് കളർ മാറ്റാം. പക്ഷെ അതിന്റെ മുന്നിൽ ഒരാള് നടന്നു പോയാൽ അത് പാടാം. നമുക്ക് അതാണ് അപ്പൊ അത് ഇങ്ങനെ പോവുകയും ചെയ്യണ്ടേ. അപ്പൊ ആ രീതിയില് ഗ്രേഡ് കുറച്ച് പാടാം. ഷോട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വിൻഡോസ് ഇട്ട് കട്ട് ചെയ്ത് എല്ലാം DP ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് മൂവിങ് ആണ്, ഷോട്ട് മൂവിങ് ആണ്. അതുപോലെ നമുക്ക് അതനുസരിച്ച് ഇത് കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ ഏരിയ തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ പട്ടം ചാടും, ആരെങ്കിലൊക്കെ മാസ്ക് ആവും. അതെ, മാസ്ക് ആകുമ്പോ ആ മുഖമാണ് വരണമെങ്കിൽ മുഖത്തും കൂടെ വരും. അത് അപ്പൊ പിന്നെ ഓരോ ഫ്രെയിമിലും പിടിച്ച് ഇങ്ങനെ മാറ്റി അനിമേറ്റ് ചെയ്ത് നോക്കണം. ഒത്തിരി എളുപ്പമല്ലേ, ടാസ്ക് തന്നെയാണ് അല്ലേ? ഇതിലൊരു ബെസ്റ്റ് മെമ്മറി ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും ഗായത്രിക്ക് ഈ മൂവിയിൽ? നമ്മളുടെ ഒരു കോമ്പിനേഷൻ സീനാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്. അത് എന്താന്ന് വെച്ചാൽ സൈജു ചേട്ടൻ പെർഫെക്ഷൻ്റെ ആളാണ്. സൈജു ചേട്ടൻ അത്ര ഈസി ആയിട്ടൊന്നും ഓക്കെ പറയത്തില്ല. സൈജു പെർഫെക്ഷൻ കറക്റ്റ് ആയിട്ട് വേണം എല്ലാ ഷോട്ടിനും. അപ്പം സൈജു ചേട്ടൻ നമ്മൾ ആ സീൻ അത് സിംഗിൾ ഷോട്ടും കൂടെ ആണല്ലോ. അപ്പൊ നമ്മൾ തലകുത്തിയിരുന്ന് ഓരോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ലിറ്ററലി എല്ലാവരും ഇങ്ങനെ കഴിഞ്ഞോ കിട്ടി കാണണോ ആയിരിക്കും അല്ലേ, ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ക്ഷീണിച്ചിരിക്കുക. അപ്പൊ സൈജു ചേട്ടൻ ഓക്കെ പറയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പൊ അത് ഓക്കെ അല്ല, നമ്മൾ വീണ്ടും ചെയ്യണം. പക്ഷെ അത് തീർന്നിട്ട് അവസാന ഷോട്ട് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ നമ്മൾ മറ്റേ ലിറ്ററലി കിഡ്സിനെ പോലെ നമ്മൾ എല്ലാവരും തുള്ളിച്ചാടുമായിരുന്നു. സെലിബ്രേറ്റ് അകത്ത് നമ്മുടെ സെലിബ്രേഷൻ ഉണ്ടല്ലോ, ഞാൻ തോന്നുന്നില്ല എനിക്ക് വേറെ ഒരു സിനിമയിൽ ഞാൻ അത്രയും ഒരു എക്സ്പീരിയൻസ് ചെയ്തു. അല്ല ശരിക്കും ഇപ്പൊ ഇരുന്നിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ എന്തൊക്കെയാ ചെയ്തത് നമ്മൾ തന്നെ ആലോചിക്കുമ്പോ അത്ഭുതം. ആ സമയത്ത് അതിന്റെ ഒരു ആവേശത്തിലും അതിന്റെ ഉള്ളിലാണല്ലോ, അതങ്ങനെ ചെയ്യും. സംസാരിക്കുമ്പോഴാണ് എന്നുള്ളൊരു തോട്ട് വരുന്നത്. നമ്മുടെ റിഹേഴ്സൽ ടൈം ആണെങ്കിലും എല്ലാം റിയലി ബ്യൂട്ടിഫുൾ, റിയലി ഗ്രേറ്റ്. ഭയങ്കര ട്രഷർ ചെയ്യാൻ പറ്റുന്ന കുറെ മെമ്മറീസ് ആയിരുന്നു എനിക്കും. ഐ എം പ്രിറ്റി ഷുവർ എല്ലാവർക്കും അത് തന്നെയായിരുന്നു. നമ്മുടെ മൈൻഡിൽ നിൽക്കും. മഞ്ജുചേച്ചിക്ക് ശരിക്കും ശ്രീവിദ്യാമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ശ്രീവിദ്യാമ്മ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഈവൻ മഞ്ജുചേച്ചിയെ പറ്റി പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ഇപ്പം ആക്ടേഴ്സ് ലൈക്ക് പത്മിനി മാം അല്ലെങ്കിൽ സാവിത്രി മാം അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് മഞ്ജുചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. ഷീ സെഡ് ഇറ്റ് ഓക്കെ. ആൻഡ് വർക്ക് ചെയ്യുന്നത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടിങ് തോന്നാത്ത, ഷീ ഈസ് ബിഹേവിങ് ലൈക്ക് എ വെരി നാച്ചുറൽ പേഴ്സൺ. സോ ഇറ്റ്സ് ലൈക്ക് വാവ് എന്നുള്ള രീതിയിൽ ഷീ സെഡ്. അപ്പം അപ്പം എന്താണ് ശ്രീവിദ്യാമ്മയെ പറ്റി പറയുമ്പോൾ ഇത് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. കുറച്ച് സിനിമകളിൽ കുറച്ച് ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴും നമുക്ക് ആലോചിക്കും, എനിക്ക് വിദ്യാമ്മയുടെ ഏറ്റവും ഓർക്കാൻ ഇഷ്ടമുള്ള മറ്റേ ഗോപികയും നിൻവിരൽ പാട്ടുണ്ടല്ലോ,
ഇവിടെ അത് ഇപ്പോഴും എനിക്ക് എന്തൊക്കെയോ ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോഴും കാണുമ്പോഴും എവിടെയോ ഒരു വിങ്ങൽ ഉള്ളിൽ ഇങ്ങനെ വരും. എന്തുകൊണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തെങ്കിലും ഒരു നൊസ്റ്റാൾജിക് മെമ്മറി കുട്ടിക്കാലമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു എന്റെ അമ്മ പണ്ട് മുടി കെട്ടിയിരുന്നതും പൊട്ട് തൊട്ടിരുന്നതും ഒക്കെ പണ്ട് അങ്ങനെ ആയിരുന്നത് കൊണ്ട് എനിക്ക് എപ്പോഴും എന്തോ ഒരു കണക്ഷനോ വിങ്ങൽ വരും എനിക്ക്. അപ്പോ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പോയപ്പോഴും വിദ്യാമ്മയുടെ ഒരു ചിരിയും സൗന്ദര്യവും പെരുമാറ്റവും ഒക്കെ ആയിട്ട് എന്റെ മനസ്സിന് ഒരുപാട് എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു നടിയാണ്. അപ്പൊ എന്നെ കുറിച്ച് അങ്ങനെ ഞാൻ അത് കണ്ടിട്ടില്ല, എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ അത് കേൾക്കുമ്പോ എനിക്ക് എന്നെ രോമാഞ്ചം വന്നു. അതുപോലെ തന്നെ എനിക്കൊന്ന് 96 കോള് വന്നിട്ടുണ്ടായിരുന്നു. എന്തോ വിളിച്ചപ്പോ കോള് എത്തിയില്ല എന്റെ അടുത്ത്. എത്തിയില്ല അല്ലെ? അവര് വിളിക്കാൻ ശ്രമിച്ചു, പക്ഷെ എന്റെ അടുത്ത് ആ അന്വേഷണം എത്തിയില്ല. അതിനു മുമ്പ് വേറെ വഴിക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി കാണുമല്ലേ. പക്ഷെ നൗ യു ആർ ഹാപ്പി. അത് കഴിഞ്ഞിട്ട് അപ്പം അന്നേരം പറഞ്ഞിരുന്നു ആ കാര്യം ഡിസ്കസ് ചെയ്തു. ഇതിനു മുമ്പേ ഞങ്ങളൊരു അവാർഡ് ഫംഗ്ഷന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടപ്പോ അപ്പൊ ശരിക്കും വിജയ് സേതു സാറ് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ അന്വേഷിച്ചിരുന്നു എന്നുള്ളത്. അപ്പോ ആ സമയത്ത് അവർക്ക് തന്നെ ഡേറ്റ് കൺഫ്യൂഷൻസ് ഒക്കെ ആയിട്ട് അവർക്ക് തന്നെ ഒരു പിടിയില്ല. പിന്നെ വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവര് പകുതി വഴിക്കാൻ ശ്രമം ഉപേക്ഷിച്ചിട്ട് പിന്നീട് തൃഷ ആണ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് വിടുതലയിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസം ഞാൻ പ്രേമിന് മെസ്സേജ് അയച്ചു, നിങ്ങളോ എന്നെ വർക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല, ഞാൻ അവസാനം വിജയ് സേതുപതിയോട് അഭിനയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം ഉണ്ടെന്ന് പറയുന്നത് പോലെ 96 എനിക്ക് പോലും തൃഷയല്ലാതെ വേറെ ആരെയും സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ രജനീകാന്ത് സാറിന്റെ കൂടെയും എന്തോ ഒരു ടൈമിൽ എപ്പോഴും ഞാൻ റിമെമ്പർ ലൈക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പോകുന്നു. അപ്പൊ മഞ്ജു തന്നെ പറഞ്ഞു അങ്ങനെ ഇല്ല, അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ then it happened again. എനിക്ക് വേറെ ഏതൊരു സിനിമയ്ക്ക് എന്റെ പേര് ചർച്ചയിൽ വന്നിരുന്നു, അഭിനയിക്കാൻ പോകുന്നുണ്ടോ, ഇതിലില്ല, എന്റെ അറിവിൽ ഇതുവരെ ഇല്ല, എനിക്ക് സംഭവിക്കുമെന്ന് അറിഞ്ഞൂടാ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ കുറെ റൂമേഴ്സ് വരട്ടെ, അപ്പൊ ഇറ്റ് വിൽ ബിക്കം കം ട്രൂ എന്നല്ലേ. ഇപ്പൊ ഇതിലാണെങ്കിലും കളറിനെ പറ്റി ഞാൻ ചോദിച്ചെങ്കിലും ഇപ്പം നേരത്തെ പറഞ്ഞു, ഇപ്പം പുള്ളിന്റെ ഇതൊരു ഒറ്റ ഇതായതുകൊണ്ട് ഇറ്റ് മൈറ്റ് ബി ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ ഇതില് ഏറ്റവും കൂടുതൽ എഫോർട്ട് ഇട്ട ഒരു പെർട്ടിക്കുലർ സീൻ ആണെങ്കിൽ ഏതായി? ബേസിക്കലി ഫൈറ്റ് സീക്വൻസും വരെ അതുപോലുള്ള കുറച്ച് ഏരിയ ഉണ്ട്. ഫൈറ്റ് സീക്വൻസ് ലെങ്തി സീക്വൻസ് വരുമ്പോഴാണ് നമുക്ക് കൂടുതലും എഫോർട്ട് കൂടുതൽ വരുന്നത്. ആ 7 മിനിറ്റിന്റെ അതെ ഒരു ടാസ്ക് തന്നെയായിരുന്നു അത്. അതായത് കാരണം എക്സ്പോഷർ വേരിയേഷൻ നന്നായിട്ട് വരുന്നുണ്ട്. ഈവൻ മരങ്ങളുടെ ഇടയിൽ നിന്ന് കുറച്ച് മാറുമ്പോൾ തന്നെയാണെങ്കിലും ലൈറ്റ് അതുപോലെ എക്സ്പോഷർ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഈവൻ ആക്കി എടുക്കാനായിട്ട് ഓൾറെഡി കറക്റ്റ് ഇന്റൻസിറ്റി തന്നെയാണ്, എക്സ്പോഷർ എല്ലാം കറക്റ്റാണ് വെച്ചേക്കുന്നത്. ഈവൻ ഇഫ് അവർ മാനുവലി ഓപ്പറേറ്റ് എല്ലാം സംഭവം ചെയ്യുന്നുണ്ടായിരുന്നു, എന്നാലും നമ്മൾ ഒന്ന് ഈവൻ ആയിട്ട് എടുക്കേണ്ടി വരും. മൊത്തത്തിൽ കട്ട് ചെയ്യേണ്ട കുറച്ച് പോർഷൻസ് ഉണ്ടാവും, അവിടെ ഹൈലൈറ്റ് കട്ട് ചെയ്ത് ഒരു കറക്റ്റ് എക്സ്പോഷർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതെല്ലാം ലെങ്തി ഷോട്ട്സ്, അതാണ് നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് എഡിറ്റർ എന്നുള്ളൊരു കാറ്റഗറി. അല്ലെങ്കിൽ നോക്കുമ്പോൾ ഒരുപാട് മൂവീസ് അല്ലേ, ലൈക്ക് ഇപ്പോൾ അഞ്ചമ്പാരി ആണെങ്കിലും there are movies. അപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഡിറക്ഷൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ആൾക്കാർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ സെൽഫ് എക്സൈറ്റ്മെന്റ് ഉണ്ടാവാം. സോ അതിനെ എങ്ങനെ ടേക്കപ്പ് ചെയ്യുന്നു? ഇല്ല, അങ്ങനെ വലിയ ഇതില്ല. ഞാൻ എന്തായാലും എപ്പോഴെങ്കിലും മനസ്സിൽ കുറച്ച് 1-2 സിനിമകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പണ്ട് മുതലൊക്കെ. ഇത് തന്നെ ഇപ്പം കുറെ വർഷങ്ങൾക്ക് മുമ്പ് തോന്നിയ ഐഡിയ ആണ്. ഇതൊരു മൊബൈലിൽ ഷൂട്ട് ചെയ്യാം ചെറിയ പൈസക്ക്, അങ്ങനെ ആലോചിച്ച് തുടങ്ങിയതാ. ഇതിങ്ങനെ മുന്നോട്ട് വരുന്നവർ ഓരോ ആൾക്കാർ ആഡ് ഓൺ ആവുന്നു, കാസ്റ്റിംഗ് വലുതാവുന്നു, ക്യാമറ അങ്ങനെ വലുതായി ഇങ്ങനെ ആയതാണ്. ഇപ്പൊ ഈ എഡിറ്റർ ഡയറക്ഷൻ എന്നുള്ള രീതി പറഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആക്ച്വലി ഒരു യങ് ഏജിൽ തന്നെ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ഡയറക്ട് ചെയ്ത ഒരു വ്യക്തിയാണ് വിശാഖ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അപ്പോൾ മൈൻഡിൽ ഓഫ് കോഴ്സ് കാണുമായിരിക്കാം ഒരു പക്ഷേ ദാറ്റ് ഐ വിൽ ഡു എ മൂവി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്നുള്ള ക്വസ്റ്റൻ, ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു ജോണർ എന്തായിരിക്കാം? വിശാഖിന്റെ ജോണർ ചെയ്യുവാണെങ്കിൽ എന്താ പറയാൻ വന്നു? ചെയ്യുവാണെങ്കിൽ അതൊരു ആക്ഷൻ കോമഡി ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ. ആക്ഷൻ കോമഡി ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ. സോ മാസ്റ്റർ ഓഫ് ഓൾ എല്ലാം ഉണ്ടല്ലേ. ഗായത്രിയുടെ മൈൻഡിലുണ്ടോ ലൈക്ക് ഒരു പെർട്ടിക്കുലർ ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ചെയ്തൊരു വർക്ക്, വാവ് ഈവൻ എനിക്ക് ആ ഒരു പരിപാടി കിട്ടുമായിരുന്നെങ്കിൽ? അത് എല്ലാവരുടെ മനസ്സിൽ കാണും, പക്ഷെ റാൻഡമായിട്ട് ചോദിക്കുക
ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? എനിക്ക് ആക്ച്വലി ഞാൻ മറ്റേ നല്ല ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം എന്ത് കണ്ടാലും എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ബട്ട് അങ്ങനെ ഐ ഡോണ്ട് നോ, ഐ തിങ്ക് എവറിത്തിങ് വിൽ ബി ഞാൻ ചെയ്താൽ അത് എങ്ങനെയായിരിക്കും എന്ന് അറിയാനാണ് കൂടുതലും ത്രില്ലിംഗ് ആയിരിക്കാം. ഒരാൾ ഓൾറെഡി അത് പെർഫെക്റ്റ് അടിപൊളി ചെയ്ത് വെച്ചു, ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ എവറിത്തിങ് ഐ വിൽ ഹാവ് ടു എക്സ്പ്ലോർ ആസ് എൻ ആക്ടർ. അങ്ങനെ കുറെ മൂവി കിട്ടട്ടെ ഐ വുഡ് ലവ് ടു. അല്ലേ? ഐ വുഡ് ലവ് ടു. അതെ. ഈ ലാസ്റ്റ് എനിക്ക് ചേച്ചിയുടെ കണ്ണെഴുതി പൊട്ടും തൊട്ട് കേട്ടില്ല. ചേച്ചിയുടെ കണ്ണെഴുതി പൊട്ടും തൊട്ട് ഞാൻ അതിനെപ്പറ്റി ഇപ്പൊ പറയാൻ വരുമായിരുന്നു, പറഞ്ഞു. അതൊരു ഒന്നൊന്നര ഇങ്ങനെ ചേച്ചി ദാറ്റ്സ് ലൈക്ക് ഇങ്ങനെ ചെയ്തു. അമ്മ എന്റെ അമ്മ ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ എന്റെ ഏറ്റവും കൂടുതൽ കാണാൻ വേണ്ടിയിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് മഞ്ജു ചേച്ചിയുടെ സിനിമ. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അടിപൊളിയാണ് ഒക്കെ. മൺചിത്രത്താഴ്, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അതെ, അടിപൊളി. അങ്ങനെ ചെയ്യാൻ പറ്റട്ടെ. അതെ, ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ എനിക്ക് മൈൻഡിൽ വന്നതാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു മൂവിയെ പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു വ്യക്തിയാണ് മണിമുള്ള രാജ് ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് സിനിമയിൽ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു 1, 2, 3 ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മഞ്ജു ആണ് എന്നാണ് മണിമുള്ള രാജ് ചേട്ടൻ പറഞ്ഞത്. വെറുതെ പറഞ്ഞതല്ല, അത് പറഞ്ഞു കഴിഞ്ഞൊരു കോട്ടം പറഞ്ഞു. ഷീ ഈസ് ലൈക്ക് എ വണ്ടർഫുൾ പേഴ്സൺ, വണ്ടർഫുൾ ആക്ട്രസ്. അത് മാത്രമല്ല, എനിക്കൊന്ന് കണ്ണെഴുതി പൊട്ടുന്നിട്ട് എന്തോ ആ ടൈമിൽ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും, ഐ മീൻ അത് എന്തോ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ യെസ് ഐ വിൽ ഡു ഇറ്റ്, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ടേ എൻ്റെ ബാക്കി പേഴ്സണൽ കാര്യത്തിന് പോകുള്ളൂ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആൻഡ് ഹീ സെഡ് ദാറ്റ് ലിറ്ററലി പുള്ളി അധികം കോൺടാക്ട് വെക്കുന്ന ആളല്ലെങ്കിലും മഞ്ചേച്ചിയായിട്ട് വളരെ നല്ലൊരു സൗഹൃദം കീപ്പ് ചെയ്തിട്ടുണ്ട്. പീപ്പിൾ ആർ സേയിങ് പോസിറ്റീവ് തിങ്സ് പറയുമ്പോൾ ഒരു കിക്കില്ലേ? ശംഭു നല്ല റീസെർച്ച് ചെയ്തിട്ടുണ്ടല്ലേ? ശരിയല്ലേ? ഈ പോസിറ്റീവ് കാര്യങ്ങൾ ഒരു സുഖമല്ലേ? എന്താ അല്ല, ഞാൻ രാജേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് രാജേട്ടൻ. അപ്പൊ അങ്ങോട്ടുള്ള ഇഷ്ടം തിരിച്ചിങ്ങോട്ടും ഉണ്ട്. എടുത്ത് പറയാനുള്ള പേരുകൾ മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ടെൽ. ആക്ച്വലി ഇതിനകത്ത് നമ്മുടെ സൗണ്ട് മിക്സ് എന്താണ് സിനോയ്, സൗണ്ട് ഡിസൈനർ നിക്സൺ ഉണ്ട്, DOP ഉണ്ട് ഷിനോസ്, പിന്നെ ഷെബു റൈറ്റർ ഇർഫാൻ, ഫൈറ്റ് മാസ്റ്റർ. ഓക്കെ, എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ്. ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ August 2nd തിയേറ്റർ സൂൺ. നമുക്ക് ഫസ്റ്റ് ഡേ കാണാം, റിവ്യൂ കാണാം. താങ്ക് യു. താങ്ക് യു.